എന്താണ് ഈ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് നടന്നിരിക്കുകയാണ്. മോഹൻ ഭഗവത്ജി അല്പസമയത്തിനകം തന്നെ എത്തും. അല്ല, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വരവിനെ നോക്കിക്കാണുന്നത്. ഒന്ന്, ഈ മഹാപ്രസ്ഥാനം കേരളത്തിൽ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട നമ്മുടെ പൂർവ്വസൂരികളെ ഇത്തരുണത്തിൽ സ്മരിക്കുകയാണ്. കേവലം ഈ വർഷം തന്നെ ഏറ്റവും വലിയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരുടെയും മനസ്സിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം ഒരു 100 വർഷത്തിൻ്റെ മികവിൽ നമ്മൾ നിൽക്കുകയാണ്. അതെങ്ങനെ വാക്കുകളിൽ പ്രതിഫലിപ്പിക്കണം എന്നെനിക്കറിയില്ല. ഇന്ന് എല്ലാ സ്ഥലത്തും ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട കാര്യകർത്താക്കൾ അവർ സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുകയും വളരുകയും വലിയ വലിയ ജോലികൾ ചെയ്യുകയുമാണ്. ജോലികൾ എന്നേ അതിനെ പറയാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്നു വന്ന ഒരാൾ പ്രധാനമന്ത്രിയായി ജോലി ചെയ്യുന്നു, ഒരാൾ രാഷ്ട്രപതിയായിട്ട് ജോലി ചെയ്യുന്നു. ദ്രൗപദി മുർമുജിയൊക്കെ എത്രയോ ചെറിയ സമയം മുതൽ തന്നെ സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർത്ത് പിടിക്കുന്ന ആളുകൾ. അത് ഉപരാഷ്ട്രപതിയാകട്ടെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ക്യാബിനറ്റ് മിനിസ്റ്റർമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ വകുപ്പ് തലങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലാംശത്തിൽ എത്രയോ ബലിദാനികളുടെ ജീവൻ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ വേണ്ടി കേരളത്തിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് മഹാപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ ഹൃദയപൂർവ്വം നോക്കിക്കാണുക എന്നുള്ളത് മാത്രമാണ് ഈ നിമിഷത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അഭിമാനത്തിൻ്റെതായിട്ടുള്ളൊരു നിമിഷം കൂടിയാണ്, മാത്രമല്ല ഒരു അനിവാര്യത കൂടിയാണല്ലോ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ. തീർച്ചയായിട്ടും വലിയ വലിയ അഭിമാനമാണുള്ളത്. കാരണം ഒന്ന്, ഏറ്റവും കൂടുതൽ, അതായത് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആളുകൾക്കിടയിലേക്ക് മനോഹരമായിട്ടും ഹൃദ്യമായിട്ടും ലളിതമായിട്ടും അവതരിപ്പിക്കാൻ സാധിക്കുന്ന, നമുക്കെല്ലാവർക്കും ഹൃദയം ചേർത്ത് വെച്ച് സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കുന്ന മൊഴിമുത്തുകൾ വാരി വിതറാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള മോഹൻ ഭാഗവത്ജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള ഒരു നിമിഷവുമാണ്, ഭാഗ്യവുമാണ്. അത് കേരളത്തിൽ, അതും ഈ തെക്കൻ കേരളത്തിൽ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷം.